ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ ബുക്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് തുടങ്ങാം. ആദ്യമേ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബുക്കാണ് ഈ ബുക്ക്. എൻ്റെ പേരാണ് സൗപർണികയുടെ ബുക്ക്. അപ്പം ഇതിനകത്ത് കുറച്ച് പേജുകളൊക്കെ ഉണ്ട്, കണ്ടോളൂ. കുറച്ച് പേജുകളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബുക്ക്. അത് നമ്മൾ ആദ്യമേ വെക്കുന്നു. ഫസ്റ്റ് ഈ ബുക്കാണ്. പിന്നെ സെക്കൻഡ് വെക്കുന്ന ബുക്കാണ് ഈ ബുക്ക്. ഈ ബുക്ക് നമ്മൾ ബാക്കൊക്കെ ദാണ്ട് ഇതുപോലാണ്. പിന്നെ തുറക്കുമ്പോൾ ദാണ്ട് ഇങ്ങനാവും. ഇത് 3 സീനിലെ കുട്ടികളുടെ പേരാണ്. പിന്നെ ഇത് വീട്ടു വിളിക്കുന്ന പേരുകൾ. പിന്നെ ഇത് ഒരു സ്റ്റിക്കർ. പിന്നെ ഫ്രൂട്ട്സ് പേര്, പിന്നെ നെയിം സ്ലിപ്പ്, അങ്ങനെ കുറേ പേജുകളുണ്ട്. ഈ ബുക്കിനകത്ത് കുറേ പേജുകളുണ്ട്. അത് സെക്കൻഡ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് തേർഡാണ് ഈ ബുക്ക്. അത് വെറൈറ്റി ബുക്കാണ്. ഇത് നമ്മൾ ഒന്നെന്ന് എഴുതിയേക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് ഉണ്ടാക്കുന്നത്, അതിനാണ് ഒന്നെന്നിട്ടേക്കുന്നത്. പിന്നെ തുറക്കുമ്പം പല സ്റ്റിക്കറുണ്ട്, വയസ്സിൻ്റെ ഒക്കെയാണ്. പിന്നെ ഈ ബുക്ക് ഉണ്ടാക്കിയത് 2024 ഫ്രൈഡേ, വെള്ളിയാഴ്ച, നവംബർ. അമ്മയുടെ ബുക്ക്. അതും കഴിഞ്ഞിട്ട് ഇതുപോലാണ് നമ്മൾ പേജുകളൊക്കെ മറിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളറാണ് റെഡ്. ദിവസം ശനി, ഇഷ്ടമുള്ളത് മോൾ. പിന്നെ ഇതാണ് ഏറ്റവും വെറൈറ്റി ബുക്ക്. അത് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് അങ്ങോട്ടാണ് കേട്ടോ. അത് തേർഡ്. പിന്നെ ഫോർത്താമത്തെയാണ് ദാണ്ടെ ഈ ബുക്ക്. ഇതിനകത്ത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബുക്ക് ഞാൻ ഉണ്ടാക്കിയതിൽ. അത് തുറക്കുമ്പോഴും നല്ല പേജുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കൂടുതൽ പേജൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ബുക്കാണ്, കണ്ടോ, ചെറിയ ബുക്കാണ്. അത് തുറക്കുമ്പോഴും അത്യാവശ്യം കുറേ പേജുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ ബുക്കാണ് എനിക്കുള്ളത്. ഇതൊരു ഫിഷിൻ്റെ ഒരു സ്റ്റിക്കറാണ്. അത് തുറക്കുമ്പോൾ കുറേ ഫിഷിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെക്കാൻ പോകുന്നതാണ് ചെറിയ ബുക്കുകളാണ്. അതിനകത്ത് ഇതാണ് ചെറുത്. അപ്പം ഹാപ്പി ഡേ എന്നൊക്കെ എഴുതിയപ്പോണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് സെപ്റ്റംബർ 23. അത് നമ്മൾ തുറക്കുമ്പം ഐ ലവ് യു. പിന്നെയും തുറക്കുമ്പം ഐ മിസ് യു. പിന്നെ സ്മൈലി. അതും കഴിഞ്ഞിട്ട് DD, ഐ മീ യു. പിന്നെ സ്മൈൽസ്. അതും കഴിഞ്ഞിട്ട് കുറേ പേജുകളുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ ബുക്ക് ഞാൻ ഇതിനകത്താണ് വെക്കുന്നത്. അപ്പം ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ തുറന്ന് ഇങ്ങോട്ട് തട്ടിയിടുവാണ്. ഇതിൻ്റെ ചെറുതാണ് ഈ ബുക്ക്, കണ്ടോ. എന്തിയാ ബുക്ക്? അതെ, ഈ ബുക്ക്. ഇതിലും ചെറിയൊരു ബുക്കാണ് അതെ ഈ ബുക്ക്. അത് നമ്മൾ തുറക്കുമ്പോൾ അത്യാവശ്യം പേജുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം, പക്ഷെ ഞാൻ എഴുതത്തില്ല. അപ്പം അത് നമ്മൾ നല്ലവണ്ണം അടുക്കി വലുതിൽ നിന്ന് ചെറുതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലും ചെറിയ ബുക്കാണ് ബ്ലാക്ക് ബുക്ക്. അതിനും അത്യാവശ്യം പേജുകളൊക്കെ ഉണ്ട്. ബാക്ക്, ഫ്രണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ നല്ല വെള്ള പേജുകളാണ്. അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കനം കുറവാണെങ്കിലും ഈ ബ്ലാക്ക് ബുക്കിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും എല്ലാം. അപ്പോൾ നമുക്ക് അത് പിങ്കാണ് കളറ്. അത് നമ്മൾ തുറക്കുമ്പോഴും നല്ല വെള്ള കളറാണ്. പേജിനൊക്കെ എഴുതുന്ന പേജൊക്കെ ആ കളറാണ്. പിന്നെ കളർ ബുക്ക്
കണ്ടോ കളർ ബുക്ക് കുറേ കളർ ബുക്ക് ഉണ്ട്, കുറേ കളറുള്ളൊരു പേജാണ് ഇത്. പിങ്ക്, പിന്നെ ഓറഞ്ച് ആണ്, അതും കഴിഞ്ഞിട്ടാണ് കടും ബ്ലൂ, അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ബ്ലൂ. അപ്പം ഈ കളർ ബുക്സ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്മൈലി ബുക്കാണ്. അതിനകത്ത് ഒരു സ്മൈലി ഫ്രണ്ടിലുണ്ട്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, തുറക്കുമ്പോൾ വേറൊരു സ്മൈലി, അതിനും വേറെ സ്മൈലി, പിന്നെ കുറേ പേജുകൾ. അതും നമ്മൾ കണ്ടേ ഇവിടെ ഇങ്ങനെ വെച്ചേപ്പുണ്ട്. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും സ്മാൾ ബുക്കാണ്. കണ്ടോ, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, കൊള്ളാല്ലേ. അത് കഴിഞ്ഞിട്ട് ഉണ്ട് കുറേ പേപ്പറുകളുമുണ്ട്. കണ്ടോ, അതും നമ്മളങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്കെയിലാണിത്, ക്യൂട്ട് സ്കെയിലാണ്. കണ്ടോ, ക്യൂട്ട് സ്കെയിലാണ്. ഞാൻ ബാക്കിൽ ബൈൻഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. ക്യൂട്ട് സ്കെയിലാണ്, ഞാൻ ഓരോന്നൊക്കെ വരച്ച് ബൈൻഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത്രയുള്ള എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ.